ഹലോ ഗീസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇരിക്കുന്നത് ഇന്ത്യൻ സെർവറല്ല, മലേഷ്യൻ സെർവറിലാണ്. അപ്പോൾ മലേഷ്യൻ സെർവറിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അറിയിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ടോപ്പ് പിന്നാണ് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ കാണിച്ചു തരാം. അപ്പോൾ അവിടുത്തെ ടോപ്പ് പിന്ന് പറഞ്ഞാൽ 25 ഡയമണ്ട്, 300 ഡയമണ്ട് ടോപ്പ് ചെയ്താൽ അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊടുക്കണം. നമ്മളത് വ്യത്യാസങ്ങൾ നോക്കി നോക്കി ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട്, നമ്മൾ വ്യത്യാസങ്ങളും. അപ്പോൾ രണ്ടും കൺവേർട്ട് ചെയ്യുമ്പോൾ രണ്ടും ഒരേ തന്നെയാണ്. പക്ഷേ ഇവരെ ടോപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് 25 കൊടുത്തിട്ടുള്ളത്. നമ്മളത് കൊടുത്താൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുമെന്ന് ഗ്രീനൊക്കെ അറിയാം, അതാണ്. പിന്നെ ഇതിൽ ഇവൻറ്റും കാര്യങ്ങളും നോക്കിക്കോളിട്ട് ഞങ്ങൾ ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് നൂപന്മാർക്കുള്ളതാണ്, അത് നോക്കണ്ട, നോക്കിക്കോളി. അപ്പോൾ ഇതാ 112 ഡയമണ്ട്, ഇതിൽ 112 ഡയമണ്ട് നമ്മളത് ഞാൻ ഈ സൈഡിൽ കൊടുക്കണേ നമ്മളത്. പിന്നെ ടോപ്പ് പിന്നെ എന്താ സംഭവം കണ്ട് ഞാൻ നോക്കി ഇനി എന്താ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടാ. ഇത് നമ്മൾ സെർവറിൽ വരുന്ന സംഭവം തന്നെയാണ്. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൽ, അത് നിങ്ങൾക്ക് കാണിച്ചു തരും. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, നമ്മളെ സെർവറിൽ മാതിരി തന്നെയാണ് ബാക്കിയൊക്കെ. അപ്പോൾ നമ്മൾ സെർവറിൽ ഇല്ലാത്തൊരു സംഭവം ഇതിൽ എടുക്കണമെങ്കിൽ ഞാൻ ഏതാണെന്നൊക്കെ ഈ വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെയിം ഇത് തന്നെ, ഡയമണ്ട് തന്നെ. പിന്നെ ഫ്രീ സ്പിന്ന് എന്നൊക്കെ നോക്കിയാൽ ഒന്നും കുഴപ്പമില്ല, ഒരു സ്പിൻ ചെയ്ത് നോക്കിയാണ് എന്തെങ്കിലും കിട്ടിയാലോ. ഒക്കെ ബാക്കിയൊക്കെ നമ്മളെ സെർവറിലുള്ള തന്നെ. പിന്നെ ഇതിൽ വേറെ എന്താ കാണിക്കാനുള്ള പറഞ്ഞാൽ ഇതിലുള്ള റീജിയൻ പ്ലേയേഴ്സ് മറ്റേ ടോപ്പ് അപ്പ് ചെയ്യുന്ന പ്ലേയേഴ്സെല്ലാം കാണിച്ചു. അവർ എന്താണ് ടോപ്പ് അപ്പ് ചെയ്യോ കളൊക്കെ നമ്മൾ നോക്കുക. ടോപ്പ് അപ്പിങ് കുറവാണ്, എങ്ങനെയായാലും ഒരു 3-ാം സ്ഥാനത്തൊക്കെ കിടക്കും നമ്മൾ ഇന്ത്യ സെർവറിൽ നോക്കുകയാണെങ്കിൽ. ഇവർ ടോപ്പ് അപ്പിങ് ഒക്കെ കുറവാണ് ഈ സെർവറിൽ തോന്നുന്നത്. നല്ല ടോപ്പ് അപ്പിങ് നല്ല പൈസ വരുന്നുണ്ട് തോന്നുന്നതിൽ. പിന്നെ ഇത് നമ്മളെ സെർവറിൽ വന്നിട്ട് തോന്നുന്നു ആ ഷർട്ട് ഈ പാൻറ്റും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതുതായിട്ട് വേറെ ഒന്നും കാണുന്നില്ല ഇതിൽ. പിന്നെ ഇവരൊക്കെ അടിപൊളി കോസ്റ്റ്യൂമാണ് ഇട്ടിട്ട്, അവർ ഈ കോസ്റ്റ്യൂമൊക്കെ നല്ല ഇഷ്ടപ്പെട്ട്. കാരണം അതുപോലെ നല്ല തിളങ്ങണ കാര്യങ്ങളൊക്കെ ഇട്ട്. ഇത് ഞാൻ കണ്ടിട്ടില്ല ഷർട്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ സെർവർ വന്നിക്കിടാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, കുഴപ്പമില്ല. പിന്നെ ഇത് നമ്മൾ സെർവറിൽ കാണിച്ചിട്ടുണ്ട് അപ്ഡേറ്റ് കാണാം ബെസ്റ്റിലിട്ട്. ഈ വണ്ടി നമ്മൾ സെർവറിൽ വന്നിട്ടില്ല, നമ്മൾ സെർവറിൽ വരാത്ത സാധനമാണ്, വരുന്നതുകൊണ്ട് നമ്മളെ സെർവറിൽ. പിന്നെ 10-50 വർഷത്തിൻ്റെ ബാഡ്ജ് കുഴപ്പമില്ല. പക്ഷെ ഇവർ കോസ്റ്റ്യൂമുകളും പിന്നെ ഇതിലൊരു മാക്സിമം ചെറിയ കണ്ടന്റ് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ഗേൾസുകളാണ് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ വേൾഡിലിട്ടപ്പോൾ കുറച്ച് തമിഴന്മാരെ കിട്ടി, ഇന്ത്യക്കാർ തമിഴന്മാരെ ഹിന്ദിക്കാരെ കുറച്ച് കിട്ടി. പിന്നെ ഫുള്ളും ഇവരെ നാട്ടിൽ തന്നെ മലേഷ്യക്കാരാണ് ഫുള്ള് കിട്ടിയത്. അപ്പോൾ ഇതിൽ നമ്മളെ സാറുള്ളവർ കളിക്കുന്നുണ്ട്, ഇല്ലാതില്ല. അപ്പോൾ മാക്സിമം ഇതൊക്കെ കണ്ടുനോക്കി. അപ്പോൾ ഓരോരുത്തരും പവർ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് നമ്മളിൽ ഇല്ലാത്ത കോസ്റ്റ്യൂം അത്രയല്ല, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന കോസ്റ്റ്യൂമൊക്കെ ഉണ്ട് നമ്മളെ സെർവറിലിപ്പോൾ. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ, ചിലവരൊക്കെ ഇടുന്നുണ്ട് നല്ല കോസ്റ്റ്യൂം തിളങ്ങണ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളെ സെർവറിൽ അങ്ങനെ ഇടണവർ കുറവാണ്, ഇല്ലാതില്ല. പിന്നെ ഇവരെ ടോപ്പ് അപ്പിൻ്റെ ബാഡ്ജ് കുറവാണ്. പിന്നെ വി ബാഡ്ജ് പ്ലെയർ അടിപൊളി പ്ലെയർ വി ബാഡ്ജാണ് മച്ചാന്മാരെ. നമ്മൾ ഇവരിപ്പോൾ കുറച്ച് തിരഞ്ഞപ്പോൾ കിട്ടിയതാണ്, കുഴപ്പമില്ല. ഓൾഡ് പ്ലെയറാണ്, ഗ്രാൻഡ് മാസ്റ്റർ കാര്യങ്ങളൊക്കെയാണ്, കുഴപ്പമില്ല. ഇവരുടെ സെർവറിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പിൻ ചെയ്ത് വെച്ചിട്ടില്ല, നമ്മുടെ സെർവറിൽ കാണിച്ചൊക്കെ തന്നെ. പിന്നെ ഇതാണ് ഹൈലൈറ്റായിട്ടൊക്കെ തോന്നിയിട്ടുള്ളത്, ആ പാൻറ്റ്. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ സെർവറിലെല്ലാം സെയിം തന്നെയാണ്, നമ്മുടെ സെർവറിൽ വരാൻ പോകുന്നതൊക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ ഇതിൽ പറയാം. ഇതിലിപ്പോൾ നമ്മൾ വേൾഡിലൊന്ന് ഇട്ട് നോക്കുകയാണ്, ആരാ നോക്കട്ടെ. വേൾഡിലിപ്പോൾ ഇനി മലയാളികളോ ബംഗാളികളോ ആരെങ്കിലും വരുമോ നോക്കാം. വന്നിട്ടുള്ളതൊക്കെ നോക്കട്ടെ, വന്നിട്ടുള്ളവരൊക്കെ ആക്കട്ടെ. ഇതൊന്നും മലയാളികളും അല്ല, ഹിന്ദിക്കാരും അല്ല, ബംഗാളികളും തമിഴന്മാരും ആരുമല്ല, ഇവരുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ, വേറൊന്നുമില്ല. പിന്നെ ചെറിയൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇത് എനിക്ക് ഫ്രീ ആയിട്ട് ഈ അക്കൗണ്ടിൽ കയറിയപ്പോൾ കിട്ടിയൊരു കോസ്റ്റ്യൂമാണ്. പിന്നെ ഒരു ഇമോട്ട് കിട്ടി, അതുതന്നെ വേറെ നല്ലതായിട്ട് പറയുമ്പോൾ അതിനിപ്പോൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ഇത് തന്നെ ഉണ്ടല്ലോ. മൂവന്മാർക്ക് ഒരു ഇമോട്ട്, നമുക്ക് അങ്ങനെ ഇമോട്ട് ആരും ഈവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം ഇമോട്ട് കിട്ടണമല്ലോ.
പിന്നെ ഇതിലൊരു ഹൈലൈറ്റ് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഫ്രീ ഫയറിൽ ഇടാം. പക്ഷെ നമ്മുടെ ഫ്രീ ഫയറിൽ വന്നിട്ടില്ല ഇതായിട്ടും. ഇനി ഭാവിയിൽ വരുമെന്ന് അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു കണ്ടൻറ്റ് വന്നാണ്. മച്ചാന്മാരെ സപ്പോർട്ട് ചെയ്യും.